എൻ്റെ ചോദ്യം ബൈബിളികമായൊരു ചോദ്യമാണ്. പേര് ഹംസ, മേൽമുറി. അതായത് ഒരു സുഹൃത്തുമായിട്ട് കുറച്ച് കൂടുതൽ കാലം താമസിക്കേണ്ടി വന്നപ്പം പുള്ളി ക്രിസ്തീയ സഹോദരനായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബൈബിൾ നോക്കുമായിരുന്നു. അപ്പം അതിൽ നിന്ന് വന്നൊരു സംശയമാണ് ചോദിക്കുന്നത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥമായിട്ട് അറിയപ്പെടുന്ന ബൈബിളിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അത്ഭുതങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് സുഹൃത്തുക്കളും അച്ഛനോടും ചോദിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത് കാനായിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളം മദ്യമാക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട എന്ന് ഒരുപാട് പ്രാവശ്യം പറയുന്ന ബൈബിളിൽ ഒരു പ്രവാചകൻ ഒരു മദ്യം ഉണ്ടാക്കിക്കൊണ്ട്, മാത്രമല്ല ഈ മദ്യം കുടിച്ചവർ മതോന്മത്തരായി എന്നും കൂടെ പറയുന്നത്. അപ്പോൾ ഒരു പ്രവാചകനിൽ നിന്ന് അങ്ങനെ ഉണ്ടാവുമോ, അതല്ലെങ്കിൽ അതെങ്ങനെ ബൈബിളിൽ വരുമോ എന്നാണ് സംശയം. ബൈബിളിൽ പറയുന്ന കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുവിനെ കുറിച്ചുള്ള ചരിത്രം ഇത് എങ്ങനെ ബൈബിളിൽ വന്നു, അല്ലെങ്കിൽ ഇത് പ്രവാചകനിൽ നിന്ന് അങ്ങനെ ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. ഈ ചോദ്യം ചോദിക്കേണ്ടത് ഇവിടെയല്ല, ആ കൂടെ നിന്ന സുഹൃത്തില്ല, അയാളോട് ആദ്യം ചോദിക്കേണ്ടിയിരുന്നു. നിങ്ങൾക്ക് ബൈബിള് തന്ന ആ സുഹൃത്തിനോട് ചോദിക്കണം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, തീർച്ചയായും ചോദ്യം മനസ്സിലായി. അതിൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഒന്ന്, യേശു ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യൻ, ഇപ്പോൾ ക്രൈസ്തവ സഹോദരങ്ങളുമായി സ്നേഹ സംവാദങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് നിച്ചോക് ട്രൂത്തിൻ്റെ പ്രവർത്തകർ ഈ വിഷയം എടുത്തിടാറുണ്ട്. അപ്പോൾ മിഷനറിമാർ ഒന്നിച്ച് പറയാറുള്ളത്, ഇത് യഥാർത്ഥത്തിൽ ലഹരി ഉണ്ടാക്കുന്ന മദ്യമല്ല, ഇത് യഥാർത്ഥത്തിൽ മുന്തിരി വീഞ്ഞ് മാത്രമാണ്, അത് പ്രശ്നമുള്ളതല്ല, അത് അന്നത്തെ ഒരു കസ്റ്റമാണെന്നല്ലാണ്. കാരണം എന്താണ്, അവർക്ക് തന്നെ ഇത് യേശു ചെയ്യരുതായിരുന്നു എന്ന് തോന്നുകയാണ്. അതുകൊണ്ടാണത് ന്യായീകരിക്കേണ്ടി വരണേ. അല്ലെങ്കിൽ അതേ മദ്യം ഉണ്ടാക്കി ലഹരി പിടിപ്പിച്ച് എന്താ വേണ്ടിയെന്ന് ചോദിക്കാലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യങ്ങൾ, ആ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് അഭിമാനബോധത്തോടു കൂടി പറയാൻ കഴിയണം ഒരു മുസ്ലിമിന്, ആ റസൂലുള്ളാഹി ചെയ്തു, എന്താ പ്രശ്നം എന്ന്. അതേസമയം ഇത് എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? അവർക്ക് തന്നെ തോന്നുന്നു ഇതൊരു മോശമായി പോയി ചെയ്തു പോയത്. ഇതെന്താ സംഭവം? യഥാർത്ഥത്തിൽ മദ്യം തന്നെയാണ് കുടിച്ചത്, അവിടെ ഉണ്ടാക്കിയത് മദ്യം തന്നെയാണ്, കുടിച്ചിട്ട് ലഹരി ബാധിച്ചു എന്നും പറയുന്നുണ്ട് ബൈബിൾ തന്നെ. എന്നാൽ സംഭവം എന്താണ്? യേശു ക്രിസ്തു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ചെയ്തിരിക്കാൻ ഒരു സാധ്യതയില്ല എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ആദ്യമായി ബൈബിളിലെ 4 സുവിശേഷങ്ങളിൽ ആദ്യത്തെ സുവിശേഷം എഴുതിയ വ്യക്തി മർക്കോസാണ്. മർക്കോസ് ഈ സംഭവം അറിഞ്ഞിട്ടേ ഇല്ല. രണ്ടാമത് സുവിശേഷം എഴുതിയ വ്യക്തി മത്തായിയാണ്. മത്തായി ഈ സംഭവം അറിഞ്ഞിട്ടില്ല. മൂന്നാമത്തെ സുവിശേഷം എഴുതിയ വ്യക്തി ലൂക്കോസാണ്. ലൂക്കോസ് ഈ സംഭവം അറിഞ്ഞിട്ടില്ല. നാലാമത് സുവിശേഷം എഴുതിയ വ്യക്തിയാണ് യോഹന്നാൻ. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് 2-ാമത്തെ അധ്യായത്തിലെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ ഈ സംഭവം ഉള്ളത്. യോഹന്നാന്റെ സുവിശേഷം എഴുതപ്പെടുന്നത് ഏകദേശം യേശുവിന് ശേഷം 80 വർഷങ്ങളെങ്കിലും കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്ക് അന്നത്തെ പ്രാകൃത മതത്തിലുണ്ടായിരുന്ന, റോമാ മതത്തിലുണ്ടായിരുന്ന പല സമ്പ്രദായങ്ങളും ക്രിസ്ത്യാനികൾക്കിടയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അന്നത്തെ പുരോഹിതന്മാർക്ക് സ്വാഭാവികമായും മദ്യം, യേശു ക്രിസ്തു ഇഷ്ടപ്പെടാതിരുന്ന മദ്യം, പൗലോസ് പോലും പറഞ്ഞത് മദ്യപാനി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കൂല എന്നാണ്. അത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 6-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കും ബൈബിളിൽ. അപ്പോൾ പൗലോസ് പോലും, യേശുവിന് ശേഷം വന്ന വ്യക്തിയാണ് പൗലോസ്, അദ്ദേഹം പോലും പറഞ്ഞ സ്വർഗരാജ്യത്തിന് അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞ ഈ മദ്യം യേശു നിർമ്മിക്കുകയും ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തു എന്ന് ഏതായിരുന്നാലും വിശ്വസനീയല്ല. അപ്പോൾ പിന്നെ എന്തായിരിക്കും? അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ ഈ 3 സുവിശേഷ കർത്താക്കൾ ആരെങ്കിലും അറിയേണ്ടതായിരുന്നു. അതില്ല, ആദ്യം ചെയ്ത 3 ആൾ അറിഞ്ഞിട്ടില്ല. പിന്നെ എന്താണ്, ഈ കാലമായപ്പോഴേക്ക് ജനങ്ങൾക്ക് മദ്യം അനുവദിച്ചു കൊടുക്കേണ്ടത് പുരോഹിതന്മാരുടെ ആവശ്യമായി മാറിയിരിക്കണം. അപ്പം യേശു ക്രിസ്തുവിൽ ഇത്തരം ഒരു കഥ ഫിറ്റ് ചെയ്തിട്ട് അവതരിപ്പിച്ചതായിരിക്കാൻ മാത്രമേ സാധ്യതയുള്ളൂ. അതല്ലാതെ ക്രിസ്തു യേശു ഖുർആൻ പഠിപ്പിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് ചെയ്തു എന്ന് കരുതാൻ യാതൊരു നിർവാഹവുമില്ല. ഖുർആനിൽ ഈസാ നബി ചെയ്തതായി ആദ്യമായി പറയുന്ന അത്ഭുതം അത് ബൈബിളിലുമില്ല, ഒരു ബുക്കിലുമില്ല. അതെന്താണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിൽ വെച്ച് സംസാരിച്ചതാണ്. തൊട്ടിൽ വെച്ച് സംസാരിച്ചു എന്നുള്ളത് മാത്രമല്ല, ആ സംസാരം എന്താണ്? തൻ്റെ മാതാവിൻ്റെ
ചാരിത്രത്തെ സംശയിച്ച ആളുകളോട് തൊട്ടിൽ വെച്ച് സംസാരിച്ചു എന്നുള്ളതാണ്. പിതാവില്ലാതെ ഒരു കുട്ടി ഉണ്ടാവുകയാണ്. ആ കുട്ടി ഉണ്ടായ സമയത്ത് കുട്ടിനേറ്റ് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ആളുകൾ വരികയാണ്, അവിടുത്തെ ഇസ്രായേൽ സമുദായത്തിലെ ആളുകൾ. അവർ ചോദിക്കുകയാണ്, എന്ത് പണിയാണ് മറിയമ്മ ചെയ്തത്? നീ നല്ലൊരു മനുഷ്യൻ്റെ മോളല്ലേ, നീ നല്ലൊരു മനുഷ്യൻ്റെ മകളായി സഹോദരിയായി അറിയപ്പെടുന്ന ആളല്ലേ, ഹാറൂൻ്റെ സഹോദരിയായി അറിയപ്പെടുന്ന ആളല്ലേ, എന്നിട്ട് എന്ത് തോന്നിയ സാഹചര്യം ചെയ്ത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് കന്യകയായ ഒരു വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത ആള് ഇങ്ങനെ പറയാമെന്ന് വിചാരിക്കുക, ഇതെനിക്ക് അത്ഭുതകരമായി ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? യാതൊരു കാര്യമില്ല. ഈ സമയത്ത് മറിയം ബീബി ഒന്നും പറയാൻ നിർവാഹമില്ലാതെ തൊട്ടിലേക്ക് വിരൽ ചൂണ്ടുന്നു. തൊട്ടിലേക്ക് വിരൽ ചൂണ്ടുന്ന സമയത്ത് അവർ ചോദിക്കുകയാണ്, തൊട്ടിലെ കുട്ടിനോടല്ല എന്നോടാ ചോദ്യം, കുട്ടിനോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ തൊട്ടിൽ വെച്ച് കുട്ടി സംസാരിക്കുന്നു. ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വൗസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ തുടങ്ങിയ വചനങ്ങൾ. എന്താ, തൊട്ടിൽ വെച്ചിട്ട് എന്നെ ഇതാ പ്രത്യേകം തെരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ ദൂതനായി, പടച്ചോൻ്റെ ദൂതനായിട്ട് റസൂലുമായിട്ട് പറഞ്ഞേക്കാണ് എന്ന് തൊട്ടിൽ വെച്ച് കുഞ്ഞ് സംസാരിക്കുന്നതായിട്ട് ഖുർആനിൽ പറയണം. അഥവാ തൻ്റെ മാതാവിൻ്റെ ചാരിത്രത്തിൽ സംശയിച്ച ആളുകളോട് തൊട്ടിലിൽ നിന്ന് സംസാരിച്ച് അത്ഭുതം പ്രവർത്തിച്ചതാണ് ഖുർആൻ പ്രകാരമുള്ള ഈസാ നബിയുടെ അത്ഭുതം. ഇതാണോ ഈസാ നബിയെ ഉന്നതനാക്കുന്നതെന്ന് നമുക്ക് തിരിച്ചു ചോദിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സുഹൃത്തിനോട് ചോദിക്കേണ്ടതുണ്ട്, എന്താണ് മദ്യം ഉണ്ടാക്കി, പച്ചവെള്ളത്തിൽ നിന്ന് മദ്യം ഉണ്ടാക്കി കൊടുത്ത യേശുവാണോ, അതല്ല തൊട്ടിലിൽ വെച്ച് തൻ്റെ മാതാവിൻ്റെ ചാരിത്രത്തിൽ സംശയിച്ചോട് സംസാരിച്ച യേശുവാണോ ഉന്നതൻ ആയ യേശു? അപ്പോൾ ഖുർആനാണോ ബൈബിളാണോ യഥാർത്ഥത്തിൽ ഉന്നതനായ ഉത്തമനായ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത് എന്ന് ചോദിക്കേണ്ടതുണ്ട്. അത് ഇവിടെ അല്ല, അവിടെയാണ് ചോദിക്കേണ്ടതെന്ന് മാത്രം.